ഹായ് ഗേസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ എരിശ്ശേരി ഇഷ്ടപ്പെടുന്നവരാണോ? അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പപ്പായ എരിശ്ശേരിയാണ്. ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അതിനായി ഞാൻ ഇവിടെ ആദ്യമേ തന്നെ പപ്പായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും 3-4 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് 5 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഞാൻ ഇവിടെ ഒരു ജാറിൽ 1/2 കപ്പ് തേങ്ങ ചെരുകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു, 2 കൊച്ചുള്ളി അരിഞ്ഞത്, ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പപ്പായ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും ഉടച്ചു കൊടുക്കണ്ട. ഇനി ഞാൻ ഇതിലേക്ക് ആ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് മോര് കാച്ചുന്നത് പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യാവൂ. ഇത് ഒരുപാടിട്ട് തിളപ്പിക്കരുത്. വീണ്ടും ഞാൻ ഇവിടെ ഒരു ശകലം തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ആ മൂപ്പിച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പപ്പായ ഒരുപാടൊന്നും ഇട്ട് വേവിക്കരുത്, ഒത്തിരി ഇട്ട് വേവിച്ച് കളയേണ്ട കാര്യമില്ല. അപ്പം നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കണം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കടുക് ഇട്ട് പൊട്ടിച്ചു. ഇനി ഞാനിതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് ഞാൻ ഇതിനകത്തേക്ക് 2 കൊച്ചുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ ഇവിടെ കടുക് വറുത്ത് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക. 2 മിനിറ്റിന് ശേഷം ഞാൻ മൂടി മാറ്റിയിട്ട് ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഗയ്സ്, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ എരിശ്ശേരി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.